ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. പ്രവാസി സംഗീതത്തിൻ്റെ ഏറെ പുതുമ നിറഞ്ഞ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസി സംഗീതത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് UAE പ്രദേശത്ത് പ്രവാസിയായി ജീവിക്കുന്ന പ്രിയപ്പെട്ട മാത്യു ഫിലിപ്പ് എന്ന ജോജി കണ്ണാടിക്കലാണ്. ജോജി, ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ജോജി, എത്ര വർഷമായി പ്രവാസിയായിട്ട്? ഞാൻ ഏകദേശം 29 വർഷമായി പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട്. പ്രവാസ ജീവിതമായി ചോദിക്കുന്നത് കേരളം വിട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വലിയൊരു പ്രദേശത്തേക്ക് പോകുന്നതും 97-ലാണ്. 1997 മെയ് 18-ാം തീയതിയാണ് ഞാൻ UAE-യിലെത്തുന്നത്. UAE-യിലെ ഏത് എമിറേറ്റിലാണ്? ഷാർജ എമിറേറ്റിലാണ് താമസിക്കുന്നതും. ജോലി ചെയ്യുന്നത് ദുബൈയിലാണ്. ഷാർജയിൽ താമസിച്ചുകൊണ്ട് ദുബൈയിൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 29 വർഷമായിട്ട് ഒരേ കമ്പനിയിൽ തന്നെയാണ്? അല്ല, കമ്പനികൾ മാറി, അങ്ങനെ 18 വർഷമായിട്ട് ഒരു കമ്പനി തന്നെയായിട്ട് കുടുംബമായിട്ട് ഷാർജയിലാണ്. കുടുംബത്തെ പറ്റി ഒന്ന് പറയാമോ? വൈഫ് സിന്ധ്യ, മക്കള് ഹന്ന ആൻഡ് മന്ന, 2 പെൺകുട്ടികളാണ്. വൈഫ് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൂത്ത മകളും പഠനമൊക്കെ കഴിഞ്ഞു വന്ന് ജോലിയിലേക്ക് ഏണിംഗ് മെമ്പറായി. രണ്ടാമത്തെ മോള് ഡിഗ്രി ഫൈനൽ ഇയറിലേക്ക് പ്രവേശിച്ചു. എവിടെയാ? ബാംഗ്ലൂരിലാണ്, ജയന്തി കോളേജിലാണ് പഠിക്കുന്നത്, BCom. ഓക്കെ. നാട്ടിൽ പഠിക്കും. ഇപ്പോൾ നിങ്ങൾ 3 പേര് ഇപ്പോൾ ദുബായ് തന്നെ ഉണ്ട്? ഇപ്പോൾ 4 പേരുണ്ട്. മോളും നാട്ടിലുണ്ട്, ദുബായ് തന്നെയുണ്ട്. ഓക്കെ. ശരിക്കും ഷാർജ ഏത് ഇടവകയാണ്? ഷാർജ മാർത്തോമ പാരിഷാണ്. അതെ, ഷാർജ മാർത്തോമ ഇടവകയുടെ മെമ്പറാണ് ഞാൻ. സംഗീതം, ഈ ജോജിയുടെ സംഗീതം എവിടെ നിന്നാണ് അതിൻ്റെ ഒരു ഉറവിടം? മാതാപിതാക്കളാണോ, ചിലപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് തൊട്ടേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ ജോജി? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച് ഏകദേശം എനിക്ക് തോന്നുന്നു 7 മാസം 8 മാസം ആയപ്പോൾ തൊട്ട് ഞാൻ കൊയറിൻ്റെ ഭാഗമാണ്. കാരണം എൻ്റെ പപ്പ കൊയർ മാസ്റ്ററായിരുന്നു, എൻ്റെ അമ്മ കൊയറിൽ പാടുന്ന മെമ്പറുമായിരുന്നു. റാന്നി ക്രിസ്തോസാണ് മാതൃയിടവ. അപ്പോൾ അവിടുത്തെ കൊയർ മാസ്റ്ററായിരുന്നു പപ്പ, അമ്മ കൊയറിലുണ്ടായിരുന്നു. അപ്പം ഈ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഞാൻ കൊയറിൻ്റെ ഭാഗമാണ്. അന്നോട്ട് ഇന്നുവരെയും കൊയറിൻ്റെ ഭാഗമായിട്ട് ഇരിക്കാൻ ദൈവം ഒരു വലിയ കൃപ തന്നു. ഒരു വലിയ ഭാഗ്യം തന്നെ സാർ. നമ്മൾ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്കും അങ്ങനെ അനുഭവമുണ്ട്, നമ്മളെ മോനെയും കൊണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മുടെ പള്ളിയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതൊന്നും പള്ളി നടക്കുന്നില്ല. അപ്പോൾ അവരിങ്ങനെ കരയുകയും ബഹളം വെക്കും. അന്ന് നമ്മുടെ പള്ളിയിലെ വികാരിയായിരുന്നു അച്ഛൻ പറഞ്ഞു, നിങ്ങളങ്ങനെ വിട്ടേക്ക്, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്നല്ലല്ലോ പള്ളി നടക്കും. അവർ ഇച്ചിരി കരയോ ബഹളം വെക്കുമോ എന്ന് വിചാരിച്ച് നിങ്ങൾ കുഞ്ഞുങ്ങളെ പള്ളി കൊണ്ടുവരാതിരിക്കരുത് എന്നൊരു വലിയ കൺസെപ്റ്റ് അന്ന് പറഞ്ഞിട്ട് ഞാൻ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും ഇത് കുഞ്ഞിലേ തൊട്ട് ഈ കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുവന്നു. ഓക്കെ, അതൊരു വലിയ സന്തോഷം. അതിനകത്ത് വളർന്നതാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും ആ സഭയോടും സംഗീതത്തോടൊക്കെ അങ്ങനെ തന്നെയാണ് വളർത്തിയത്. ഈ മക്കളെ അങ്ങനെ തന്നെയാണ് കുഞ്ഞുനാൾ തൊട്ട് ഷാർജ പള്ളിയുടെ ഭാഗമായി അവരെ ഓടിക്കളിക്കുകയും വളരുകയെല്ലാം ചെയ്ത് പള്ളിയിൽ തന്നെയാണ്. ഷാർജ കൊയറുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ വന്ന വർഷം തൊട്ട് ഷാർജ കൊയറിൻ്റെ മെമ്പറാണ്. ഇടയ്ക്ക് ജോലി സംബന്ധമായി കുറച്ച് നാൾ കൊയറിന് വിട്ടു നിൽക്കേണ്ടി വന്നെങ്കിലും ഒരു 5-6 വർഷത്തിന് ശേഷം പിന്നെ 2008 തൊട്ട് വീണ്ടും ഞാൻ കൊയറിൻ്റെ ഭാഗമായി. ഇപ്പോഴും കൊയറിൻ്റെ ഏതെങ്കിലും പൊസിഷൻ ഏതെങ്കിലും പൊസിഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? കൊയർ മാസ്റ്റർ, അസിസ്റ്റന്റ് കൊയർ മാസ്റ്റർ, അങ്ങനെ? ഷാർജ കൊയറിൻ്റെ കൊയർ മാസ്റ്റർ ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. പക്ഷേ എന്നാലും ഷാർജ യുവജന സഖ്യത്തിൻ്റെ
കൊയർ മാസ്റ്ററായിരുന്നു അനേക വർഷങ്ങൾ. UAE സെൻട്രൽ കലാമേളകളിൽ ഷാർജ യുവജന സഖ്യത്തിൻ്റെ കൊയറിനെ ട്രെയിൻ ചെയ്യുകയും അനേക സമ്മാനങ്ങൾ നേടുവാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. കാരണം ഈ ഷാർജായി പള്ളിക്ക് ഇടവക കൊയറും അതോടൊപ്പം തന്നെ യുവജന സഖ്യം കൊയറും, കാരണം അതൊരു വലിയ സംഭവമാണ്. അവിടെ സെൻട്രൽ കലാമേള അല്ലേ, സെൻട്രൽ കലാമേളയിൽ ഇങ്ങനെ പങ്കെടുക്കുകയും ഷാർജ ഇടവകയ്ക്ക് വേണ്ടി സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. അപ്പോൾ ജോജി, തീർച്ചയായിട്ടും നമുക്ക് ജോജിയുടെ ഒരു പാട്ട് കേൾക്കാനായിരിക്കും പ്രേക്ഷകർക്ക് ആഗ്രഹം. ഏത് പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു? എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാം. ഏതാണ്? ആശ്വാസത്തിന് ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ. അതെ, എനിക്ക് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ പാടി ആശ്വസിക്കും. ഒത്തിരി ഗാനങ്ങളുണ്ട്, എന്നാൽ അതിൽ ഒരു ഗാനങ്ങളെ വളരെ ഇഷ്ടമുള്ളൊരു ഗാനമാണ്, അത് പാടാം. അപ്പോൾ തീർച്ചയായിട്ടും ജോജിയുടെ ശബ്ദത്തിൽ ആശ്വാസത്തിന് ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു എന്ന പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ. പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ. നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. നിന്നെ
അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ജോജി അതിമനോഹരമായിട്ട് പാടി. ഈ പാട്ടിൻ്റെ ചില സ്റ്റാൻസ് നമുക്ക് ഭയങ്കര ഒരു ടച്ചിങ് ആണ് അല്ലേ? ആശ്വാസത്തിന് ഉറവിടമ നിന്നെ വിളിച്ചു, അധ്വാന ഭാരത്താൽ വലയുന്നവർ അല്ലേ? നമ്മൾ ചിലപ്പം ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോഴൊക്കെ ഇത് അങ്ങനെ ഒരു സന്തോഷം ആശ്വസിക്കാൻ പറ്റിയ ഒരു പാട്ടാണ്. അതായത് വളരെ ഇത് നമ്മൾ വളരെ പ്രയാസത്തിലോ പ്രശ്നത്തിലോ ഒക്കെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കുന്ന ഒരു വലിയൊരു പാട്ടുകൾ എപ്പോഴും ഏത് പാട്ടും. ഞാൻ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഓഫീസിലൊക്കെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഈ പാട്ടുകൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പാടാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമാണ്. പാടും, ഞാൻ ഉറക്കെ പാടുമ്പോൾ ഞാൻ കരയും. ചില പാട്ടുകൾ എന്നെ വളരെ സ്പർശിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് പാടുമ്പോഴാണ് ജീവിതത്തിന് വലിയ ഭാരം ഒക്കെ ഒരു മാറിക്കിട്ടുന്നതും. സത്യം, പാട്ടുകൾ നമ്മളോട് സംസാരിക്കാം. അതാണ്. അതുപോലെ നമ്മൾ പാടുമ്പോഴും ഇതുപോലൊരു അനുഭവം കേൾക്കുന്നവർക്കും ഉണ്ടാകണം. അപ്പോഴാണ് ഒരു പാട്ടിൻ്റെ ഒരു പൂർണ്ണത, ജീവൻ ഉണ്ടായി എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാതെ ഒരു പാട്ട് വളരെ ഭംഗിയായിട്ട് പാടി പെർഫോമൻസ് അല്ലാതെ ഈ പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ ഇഴുകിച്ചേരുന്നത് അങ്ങനെ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലെ അനുഭവം ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വഴികളിലൂടെ സംസാരിക്കാറുണ്ട്, ചില പ്രസംഗങ്ങളിലൂടെ സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ചില പാട്ടുകളിലൂടെ. ജോജി, സംഗീതമല്ലാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? ഞാൻ ബാഡ്മിൻ്റൺ കളിച്ച് എൻ്റെ 2 കാലും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാണ് ബാഡ്മിൻ്റൺ കളിച്ച് ലിഗമെൻ്റ് ആയിട്ട് അങ്ങനെ. എവിടെ വെച്ച്? ഷാർജ വന്നതിന് ശേഷം. ഇപ്പം ഒരു 7 വർഷം മുമ്പ് വലത്തെ കാലിനൊരു ഓപ്പറേഷൻ ചെയ്തു. കഴിഞ്ഞ ഏകദേശം 1.5 വർഷം മുമ്പ് ഇടത്തെ കാലിനും. ഷട്ടിൽ കളിക്കുമ്പോൾ ഈ വണ്ണമൊക്കെ വെച്ചിട്ട് ഞാൻ വളരെ ചാടുകയും ഒക്കെ ചെയ്യുമ്പം കാലിത് അങ്ങനെ ഒരു 2 ഓപ്പറേഷനൊക്കെ ചെയ്താണ് കാലിന്. ഇപ്പം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ലെഗമെൻ്റ് ഉള്ളായിരുന്നു, അതൊക്കെ മാറി ആരോഗ്യപരമായ. എന്നാലും ഷട്ടിലൊരു ഹരമാണ്. പിന്നെ ക്രിക്കറ്റ്, ഫുട്ബോൾ എല്ലാം നാട്ടിലായിരുന്നപ്പം എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസിലും നമ്മുടെ കണ്ടം ക്രിക്കറ്റ്, കണ്ടം സ്പോർട്സ് ഉൾപ്പെടെ ആ കാലഘട്ടത്തിൽ അതേ ഉണ്ടായിരുന്നു. ഈ സംഗീതം ഈ ജോലിയോടെ ചേർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലേ? ഉണ്ട്. ഗായകസംഘത്തോട് അതൊരു വലിയ കാര്യമാണ് ചോദിച്ചു. നമ്മളെപ്പോലെ ടാലൻ്റ് ഉള്ളവരെ എവിടെ ചെന്നാലും ഏത് പ്രദേശത്ത് ചെന്നാലും നമ്മുടേതായ ഒരു സഭ, നമ്മുടെ ഒരു ഇടവക കണ്ടെത്തുക, അവിടെ നമ്മുടെ ടാലൻറ്റ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ദൈവം നമുക്ക് തന്നിരിക്കും. കാരണം ജീവിതത്തിൽ ഈ സംഗീതം എന്ന് പറയുന്നത് ദൈവം തരുന്ന വലിയൊരു ദാനമാണ്. അതെ, ഒത്തിരി പേർക്കില്ല. ഒത്തിരി പേർ ആഗ്രഹിച്ചിട്ടും ലഭിക്കാതെ പോകുന്ന ഒരു നമുക്ക് കിട്ടിയ നമ്മളെ കാലമൊക്കെ ഒത്തിരിയും സമ്പത്തും സൗന്ദര്യവും ഒക്കെ കുടുംബം. പക്ഷേ അവരോടൊരു പാട്ട് പാടാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ സംഗീതത്തിന്റെ വില അതെന്ന് പറയുന്നത് ജീവിതത്തിൽ ലഭിച്ച വലിയൊരു അനുഗ്രഹമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒറ്റയ്ക്കിരുന്ന് പാടാനും നമ്മുടെ അനുഭവങ്ങളുടെ നടുവിൽ മറ്റുള്ളവർക്ക് വേണ്ടി പാടാനും എവിടെ പാടാൻ പറഞ്ഞാലും ഞാനാണെങ്കിൽ എവിടെയെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞാലും ഞാനൊരു പാട്ടിലൂടെ ആരംഭിക്കാറുള്ളൂ. എന്നെ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാലും എവിടെയെങ്കിലും എവിടെ നിന്ന് വരുന്നത് ഞാനൊരു 2 വരി പാടിയിട്ടേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. അതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതായത് സംഗീതം നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിലേക്ക് പിടിച്ചു നിൽക്കാൻ സംഗീതമാണ് അല്ലേ? ഈ ലോകപ്രകാരമുള്ള ജീവിതത്തിൻ്റെ മോഹങ്ങളിലേക്ക് പോകാതെ ജോജിയെ ഈ ഇടവകയും അല്ലേ ഗായക സംഘങ്ങളൊക്കെ വലിയൊരു കൂട്ടായ്മയാണ് അത്. തീർച്ചയായും ഗായക സംഘവും മറ്റ് സംഘടനകളും ഒക്കെ ഇതിനെ നമ്മളെ ഇതിൽ നിന്ന് പിടിച്ചു നിർത്താനും ദൈവമായിട്ടുള്ള കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നമ്മളെ ആഴമായിട്ട് നിർത്താനായിട്ട് ഇതൊരു സംഗീതം വലിയൊരു ഘടകമാണ് അതിനകത്ത്. ഈ വേറൊരു പദവിയോടുണ്ട്, മാരാമൺ കൺവെൻഷൻ കൊയർ മെമ്പറായിരുന്നു. അതെ അല്ലേ? അതെ. ഏതൊരു മാർത്തോമാക്കാരനായ കൊയർ മെമ്പറിൻ്റെയും ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് ഒരു വർഷമെങ്കിലും
മാരാമൺ കൺവെൻഷൻ ഗായക സംഘത്തിൽ പാടാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ ഒരു മെമ്പറാകാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഞാൻ 1988 തൊട്ട് 97 വരെ. അത് ആ സംഭവം ഓർക്കുന്നില്ലേ? ഞാൻ 86 തൊട്ട് 89 വരെ. അപ്പം നമ്മൾ ഒരുമിച്ച് ഒരു വർഷം പാടി. 88 നമുക്ക് ഒരുമിച്ച് പാടാനൊരു വലിയ ഭാഗ്യമുണ്ടായിരുന്നു. ഇപ്പോഴും മണപ്പുറത്ത് പോകാറുണ്ടല്ലേ? ഞാൻ ഈ ഗൾഫിൽ വന്നതിന് ശേഷം എനിക്ക് ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫെബ്രുവരി കഴിച്ചുകൂടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്ന് വന്ന സമയത്തൊക്കെ ചെറിയ ജോലികളൊക്കെ ആയിരുന്നെങ്കിലും ഞാനൊരു 2 വർഷം കഴിഞ്ഞിട്ട് അടുപ്പിച്ചൊരു 2-3 പ്രാവശ്യം ഈ ഫെബ്രുവരി ഒരാഴ്ചത്തേക്ക് അവധിയെടുത്ത് നാട്ടിൽ പോയി കൺവെൻഷൻ കൂടുന്നൊരു പതിവ് എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പോകും. കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞാൻ കൊറോണയുടെ തൊട്ട് മുമ്പ് വരെ പോയിരുന്നു. അന്നും വിനോദാൻ എനിക്ക് തോന്നുന്നു അവിടെ വിനോദാനുണ്ട്. അപ്പോൾ എന്നോടും ഞങ്ങൾ തമാശന് പറയാറുണ്ടായിരുന്നു, ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ എന്നെ കാണുമ്പോൾ കൺവെൻഷൻ സമയമായോ. അപ്പോൾ ഞാനും ഇങ്ങനെ പതിവായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഈ കൺവെൻഷൻ്റെ അത് ഈ സംഗീതത്തുമായിട്ടുള്ള ആ ഒരു ബോണ്ടേജ് ഇത് ഭയങ്കരമായിട്ട് ഒരിക്കലും ഇതിനകത്ത് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് നമ്മളെല്ലാം കണ്ടെത്തുന്നുണ്ട്. നമ്മുടെ സന്തോഷവും നമ്മുടെ സങ്കടവും ബന്ധങ്ങളും ഒത്തിരി നമുക്ക് ഉണ്ടാക്കിയിട്ട് തന്നു. ഒത്തിരി എനിക്ക് നാട്ടിലായിരുന്നപ്പം ഞാൻ അനേക കോയറുകൾ പ്രാക്ടീസ് ചെയ്യും. പ്രത്യേകിച്ച് ക്രിസ്മസ് കാലയളവുകളിൽ ഒത്തിരി കോയറുകൾ പാട്ട് പഠിപ്പിക്കാൻ പോകുമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഗുരുനാഥൻ സൈമൺ സാറ്, അത് നമ്മുടെ TS സൈമൺ സാർ മാരാമൺ കൺവെൻഷൻ ഉണ്ടായത് TS സൈമൺ സാർ ആദ്യം ഞങ്ങളുള്ളപ്പോഴും. അതെ, TS സൈമൺ സാറാണ് എന്നെ ഈ ഇങ്ങനെയുള്ള സംഗീതത്തിലേക്ക് പിടിച്ച് കയറ്റുന്ന പ്രത്യേകിച്ച് ഈ മാരാമൺ കൺവെൻഷൻ ഗായക സംഘത്തിലേക്ക് എന്നെ എത്തിക്കുന്നത് സൈമൺ സാറാണ്. സൈമൺ സാറിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ്. എനിക്കും ഉണ്ട് സൈമൺ സാറിനെ പറ്റി പറയാൻ. ഞാനും ഈ കൺവെൻഷൻ ഗായക സംഘത്തിലേക്ക് വരാൻ കാരണം ഒരിക്കൽ DSMCയും UN സഖ്യവും കൂടെ ചേർന്ന് അടൂരി വെച്ചൊരു ക്യാമ്പ് നടത്തി. അന്ന് സൈമൺ സാറായിരുന്നു. സൈമൺ സാർ ഉൾപ്പെടെ VM മാത്യു അച്ഛനും അങ്ങനെ കുറേ പേരായിരുന്നു. അപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ഈ ക്രിസ്തീകീർത്തനങ്ങളിൽ ഒരു 60% പാട്ട് ഒരാഴ്ച കൊണ്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ക്ലാസിക്കൽ ലെവൽ വരുമ്പോൾ ആ പാട്ടുകളെല്ലാം പ്രിയപ്പെട്ട സൈമൺ സാറാണ്. ദൈവകൃപയാൽ എല്ലാ വർഷവും മാരാമണ്ണ് പോകുമ്പോൾ സൈമൺ സാറിനെ കാണാറുണ്ട്. സൈമൺ സാറിനൊരു പ്രത്യേക ഹായ്. നമ്മുടെ രണ്ടുപേരുടെ പേര് ഞങ്ങളുടെ സംഗീതത്തിൻ്റെ മുന്നിൽ തീർച്ചയായിട്ടും സാറിൻ്റെ ഒരു നല്ല. എൻ്റെ പപ്പ കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിലേക്ക് കൈപിടിച്ച് നടത്തിയ എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മരണം. എനിക്ക് ഏകദേശം ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പപ്പ മരിച്ചു. അപ്പം അതിനുശേഷം എന്നെ ഈ സംഗീതത്തിൽ പിടിച്ചു നിർത്തിയത് സൈമൺ സാറാണ്. മ്യൂസിക് പഠിപ്പിക്കുകയും ഇൻസ്ട്രുമെൻസ് ഒക്കെ പഠിപ്പിക്കുകയും അങ്ങനെ സാറാണ് എന്നെ ഈ സംഗീതത്തിലേക്ക് വളർത്തി. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ് സൈമൺ സാർ. അങ്ങനെ ചുരുക്കം ചില വ്യക്തികൾ എന്നെ സംഗീതത്തിൽ, അതുപോലെ മഹേഷ് അച്ഛൻ, VM മാത്യു അച്ഛൻ, സാജനച്ചൻ, ഇവർ ഇത്രയും പേരെ എനിക്ക് ഒരു കാലഘട്ടത്തിൽ അവരുടെ കാലഘട്ടത്തിൽ കൊയർ മെമ്പറായിരുന്നു. പ്രത്യേകിച്ച് മഹേഷിനെ എന്നെ പ്രൊഫഷണൽ സംഗീതത്തിലേക്ക് നയിച്ചത് തന്നെ മഹേഷനാണ്. കാരണം എന്നിലെ ചെറിയ ടാലൻറ്റ് കണ്ടെത്തി ഈ വലിയ ഗാനമേളകൾക്കൊക്കെ പാടാറുണ്ട്. അന്ന് DSMCക്ക് ഒരു മ്യൂസിക്കൽ ട്രൂപ്പ് ഓർക്കസ്ട്ര മഹേഷിൻ്റെ സമയത്ത് നിന്നുണ്ടായിരുന്നു. അപ്പം കേരളത്തിലും സെക്കൻഡറാബാദ് വരെ ഞങ്ങൾ പോയി പാടി. അപ്പോൾ അങ്ങനെ ഒരു ഒരു പ്രൊഫഷണൽ സംഗീതത്തിലേക്ക് നിന്നെ നയിച്ചത് മഹേഷനാണ്. അപ്പോൾ എനിക്ക് അവരെ രണ്ടുപേരെയും ഈ സംഗീത ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അവരാണ് എൻ്റെ വഴികാട്ടികൾ ആ കാലത്ത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജോജി അടുത്തൊരു പാട്ടിലേക്ക് കടക്കാം. പ്രേക്ഷകർക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ഏത് പാട്ടായിരിക്കും ജോജി അടുത്തായിട്ട്? എനിക്ക് വളരെ ഇഷ്ടമുള്ള, കാരണം ഈ സൈമൺ സാർ തന്നെ എപ്പോഴും എന്നെ കൊണ്ട് ഒത്തിരി പാടിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു സെമി ക്ലാസിക്കൽ പോലത്തെ ഒരു പാട്ട്, എല്ലാവർക്കും അറിയാവുന്ന ഇതുവരെ എന്നെ കരുതിയ നാഥ എന്നുള്ളൊരു ആ പാട്ട് ഈ മാരാമൺ കൺവെൻഷനിൽ പ്രസിദ്ധീകരിച്ചപ്പം അതിൻ്റെ ബുക്കിനകത്ത് അതിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട് അത് ഹംസധ്വനി രാഗം. സാധാരണ പാട്ടുകൾക്കൊന്നും അങ്ങനെ എഴുതത്തില്ല, പക്ഷേ ഈ പാട്ടിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് ഹംസധ്വനി രാഗം. അപ്പോൾ ഹംസധ്വനി രാഗത്തിൽ ഇതുവരെ എന്നെ കരുതിയ നാഥ എന്ന പാട്ട് പ്രിയപ്പെട്ട ജോജിയുടെ ശബ്ദത്തിൽ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
ഒടുവിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല പരനെ. അരികളിൻ നടുവിൽ വിരുന്നൊരുക്കും നീ, പരിമള തൈലം പകരുമെൻ ശിരസിൽ. അരികളിൻ നടുവിൽ വിരുന്നൊരുക്കും നീ, പരിമള തൈലം പകരുമെൻ ശിരസിൽ. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. മരണത്തിൻ നിഴൽ താഴ്വരയതിലും ഞാൻ ശരണമറ്റവനായി പരിതപിക്കാതെ. മരണത്തിൻ നിഴൽ താഴ്വരയതിലും ഞാൻ ശരണമറ്റവനായി പരിതപിക്കാതെ. വരുമെനിക്കരികിൽ വഴി പതറാതെ, കരം പിടിച്ചെന്നെ നടത്തിടുവോൻ നീ. വരുമെനിക്കരികിൽ വഴി പതറാതെ, കരം പിടിച്ചെന്നെ നടത്തിടുവോൻ നീ. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ജോജി, ഇതുവരെ എന്നെ കരുതിയ നാഥ, അത് വളരെ രാഗത്തിൽ ബേസ് ചെയ്തൊരു പാട്ട് ഭംഗിയായിട്ട് പാടി. നല്ല ഭംഗിയായിരുന്നു അല്ലേ? അത് ഒരു താങ്ക്സ് ഗിവിങ്. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്ക് എന്നും തിരുകൃപ മതിയെന്ന് അല്ലേ? ഇപ്പം ജീവിതത്തിൽ എന്തും ആയിക്കോട്ടെ, അനുഭവങ്ങളായിട്ട്, പക്ഷെ എനിക്കെന്നും നിന്റെ കൃപയുടെ മറവിലാകുമ്പോഴാണ് നമുക്ക് ജീവിതം ധന്യമാകും. അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, അപ്പം നമ്മൾ തന്നെ പറഞ്ഞില്ലേ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം പിതാവ് നഷ്ടപ്പെട്ടു അല്ലേ? ഒരു ലോകപ്രകാരം ചിന്തിക്കുന്ന, പക്ഷെ അന്നേരം അമ്മയുടെ ഒരു ഭയങ്കര പ്രാർത്ഥന സപ്പോർട്ടല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ വല്ലപ്പോഴും മെസ്സേജുകളൊക്കെ നൽകാറുണ്ട് എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ അമ്മയെ പറ്റി. കാരണം എൻ്റെ പിതാവ് ഉള്ളപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മ രാത്രിയുടെ യാമങ്ങളിൽ 3 മണിക്ക് 4 മണിക്ക് ഞങ്ങൾ 3 ആൺപിള്ളേരുടെയും കട്ടിലിൻ്റെ അവിടെ വന്നിരുന്ന് മുട്ടയിരുന്ന് പ്രാർത്ഥിക്കുന്ന, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ വളർന്നൊരു ഒരാളാണ് ഞാൻ. അത് ഞാൻ എവിടെ ചെന്നാലും ഞാൻ എൻ്റെ സാക്ഷ്യമായിട്ട് പറയുന്നത്, എൻ്റെ അമ്മയെ പറ്റി ഞാൻ എപ്പോഴും പറയുന്നത് ഒരു പ്രാർത്ഥന. ജോജി, അല്ലെങ്കിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ നമ്മൾ അനുഭവിക്കുന്ന സകല നന്മകളുടെയും ഉറവിടം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസവും അവരുടെ പ്രാർത്ഥനയും. എൻ്റെ അപ്പയും അതുപോലെയായിരുന്നു. നല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എൻ്റെ അപ്പയും അമ്മയും അത്ര ഞങ്ങൾ 3 പേര് വളരെ ദൈവകൃപയിൽ വളരുവാനായിട്ടും, അതുപോലെ എൻ്റെ അമ്മയുടെ, എൻ്റെ പപ്പയുടെ പേരൻസിനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയുടെ അപ്പച്ചനും പപ്പായും അമ്മയും അദ്ദേഹം ഒരു സുവിശേഷകനായിരുന്നു. അത് അപ്പച്ചനും വളരെ ഞങ്ങളെയൊക്കെ ഈ കാര്യത്തിലൊക്കെ ഗൈഡ് ചെയ്തു. അങ്ങനെ ഒത്തിരി പ്രതികൂലങ്ങളുടെ നടുവിലൂടെയാണ് ദൈവത്തെ കണ്ടത്. ഷാർജയിൽ വെച്ചും ഞാൻ മരണത്തിൻ്റെ നിഴൽ താഴ്വരയിൽ കൂടി ഈ പാട്ടിനകത്ത് പറഞ്ഞു, അതെ, കടന്നുപോയ ഒരു ആക്സിഡന്റ്, ഫുഡ് പോയ്സണായിട്ട് ഏകദേശം ഞാനൊരു 14 ദിവസത്തോളം റാഷീദ് ഹോസ്പിറ്റലിൻ്റെ ഐസൊലേഷൻ വാർഡിൽ ഒക്കെ കടന്നത്. ഈ ബോഡിയൊക്കെ വളരെ കോടിപ്പോയൊരവസ്ഥയിൽ, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ തരത്തിൽ 2 ദൈവമക്കൾ എൻ്റെ കട്ടുകാലങ്ങൾ, എൻ്റെ ആശുപത്രിയിൽ എൻ്റെ കട്ടിലിൻ്റെ കാലിൻ്റെ അവിടെ നിന്ന് കണ്ണുനീരോടെ 2 നേഴ്സുമാർ
ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വം. ഞാൻ ഇപ്പോൾ ഈ സംഗീതത്തിൽ മറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പോലെ എനിക്ക് ദുബൈയിലും ഉണ്ട് അങ്ങനെ. എനിക്ക് എൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ് രാജത്തമ്മാമ്മയും ബാബുച്ചാനും. അവരെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ എവിടെയും സാക്ഷ്യം പറയുന്ന അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ദൈവം തമ്പുരാൻ അവരെ ഒരുക്കി എന്ന് ഞാൻ പറയുന്നുണ്ട്. അതൊരു ഭയങ്കര അനുഭവം എൻ്റെ ജോജി. ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പോയിട്ട് വേറൊരു ഗ്രൂപ്പിനെ പാട്ട് പഠിപ്പിക്കാനായിട്ട് പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഒരു സിസ്റ്റർ ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, വിനോദ് ബ്രദർ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞതേ, എന്നെ അറിയത്തില്ലായിരിക്കും. വിനോദ് ബ്രദർ അന്ന് കോവിഡായിട്ട് ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ വാർഡ് 21 ഞങ്ങളുടെ ഒത്തിരി എനിക്കങ്ങ് ശരിക്കും അങ്ങ് കണ്ണ് നിറഞ്ഞു പോയി. അപ്പം ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ, നിങ്ങളെപ്പോലെ ഒത്തിരിയും പേരുടെ പ്രാർത്ഥനയാണ് ഞാനും ജീവിതത്തിലേക്ക് തിരിഞ്ഞു വന്ന. മരണത്തിന് താഴ്വരയിലായിരുന്നു തിരിച്ചു വരുന്നത്. ഈ സിസ്റ്റർ തന്നെ എന്നോട് പറഞ്ഞു, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനോട് പറയാം, സാറ് ഒരിക്കലും തിരിച്ചു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ ഒരു പക്ഷേ നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് വീണ്ടും ഈ വേദിയിലായിരിക്കും. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ദൈവനിശ്ചയമുണ്ട്. ജോജി, തീർച്ചയായിട്ടും ഈ വളരെ തിരക്കേറിയ സമയമാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഹാർവസ്റ്റ് TV ഒരുക്കിയ ഈ പ്രോഗ്രാമിലേക്ക് അല്പസമയം ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ജോജി കാണിച്ച നല്ല മനസ്സിന് ഹാർവസ്റ്റ് TVയുടെ പേരിലുള്ള എല്ലാ നന്ദി അറിയിക്കുന്നു. തന്നെയല്ല, മുന്നോട്ടുള്ള ജീവിതം നമ്മൾ പറഞ്ഞില്ലേ, വീട്ടിൽ കുടുംബമായിട്ടും എല്ലാവരും ഈ സംഗീതത്തിൻ്റെ മേഖലയിൽ നിൽക്കുകയും നല്ലൊരു ജീവിതാനുഭവം പിൻബലമായിട്ടുള്ള ജോജിക്ക് ഈ സംഗീതത്തിൽ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഒരു വലിയ ഭാഗ്യമാണ്. കുടുംബത്തിൻ്റെ സിന്ധിയും കുഞ്ഞുങ്ങളും അവരും നല്ലതായിട്ട് പാടും. അപ്പം ആ ഒരു സപ്പോർട്ടാണ് എന്നെ ഇപ്പോൾ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാനും. അപ്പോൾ തീർച്ചയായിട്ടും ജോജി ഇനി തുടർന്നുള്ള കാലവും കുടുംബത്തിൻ്റെ സപ്പോർട്ടോട് ഞാനും കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടുമെന്ന് യോശുവ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുടുംബമായിട്ട് ഈ സംഗീത രംഗത്ത് നിൽക്കാൻ കഴിയട്ടെ. അതിന് സർവശക്തനായ ദൈവം എല്ലാ നന്മകളും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഹാർവസ്റ്റ് TVയുടെ ഈ പ്രവാസി സംഗീതം പ്രോഗ്രാമിൻ്റെ ടീമിൻ്റെ പേരിൽ എല്ലാവിധ നന്മകളും ഞങ്ങൾ നേരുന്നു. താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന ഹാർവസ്റ്റ് TVയുടെ അണിയറ പ്രവർത്തകരോടും പ്രത്യേകിച്ച് വിനോദ് ചാനോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഉള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒത്തിരി നന്ദി. താങ്ക് യു. ഹാർവസ്റ്റ് TVയുടെ പ്രവാസി സംഗീതം വളരെ പ്രത്യേകത നിറഞ്ഞൊരു എപ്പിസോഡായിരുന്നു. നമുക്കറിയാം, UAE പ്രവാസ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ട മാത്യു ഫിലിപ്പ് എന്ന ജോജി കണ്ണാടിക്കലിൻ്റെ അനുഭവങ്ങൾ, ജീവിതത്തിൽ ടച്ച് ചെയ്യുന്ന ഒത്തിരിയും കാര്യങ്ങൾ ജോജി പറഞ്ഞു. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പ്രവാസിയാണ്, ഏത് പ്രവാസിക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം. ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരിയുടെ സംഗീതത്തിലെ ഇഷ്ടങ്ങളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.